ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം, നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ്. ഓക്കെ, അവർ ഒരുപാട് ആരാധകരുള്ള ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ നന്ദന, അതായത് കല്യാണം ഉറപ്പിച്ച പയ്യനോടൊപ്പം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ, അഥവാ ഇറങ്ങിപ്പോയതിന് ശേഷം വിവാഹം കഴിഞ്ഞ, ഞാനതൊരിക്കലും കുറ്റമായിട്ടല്ല പറയുന്നത് കേട്ടോ, അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അവരുടെ ഇഷ്ടം, ലൈഫ് സ്വന്തം ഇഷ്ടപ്രകാരം നല്ല ജീവിതം ജീവിക്കണം, അത്രേ ഉള്ളൂ. പോയി വിവാഹം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അച്ഛനമ്മമാരുടെ സാന്നിധ്യമില്ല, ചേച്ചി ഭർത്താവ് അവരുടെ സാന്നിധ്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പൊന്നൂസ് എന്ന് പറയുന്ന കുട്ടിയും ഹസ്ബൻഡ് ഷെബിൻ എന്തോ ആണ് അദ്ദേഹം, കറക്റ്റ് നെയിം അങ്ങനെയുള്ള സംഭവം എനിക്കറിയത്തുണ്ട്, ഷെബി എന്നാണ് കേൾക്കാറുള്ളത്. അദ്ദേഹവും വന്ന് അവരുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് പുറമെ ഈ അച്ഛനും അമ്മയും അവരും ഇച്ചിരി വൈകാരികമായി ചാനലിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അത് ഷെബിൻ്റെ വിഷയമാണ് ഇതിൽ കേൾക്കുന്നത്. അത് എന്താണെന്നുള്ള കാര്യം അവർ പറയുന്നതിലൂടെ തന്നെ നമുക്ക് നോക്കാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, പൊന്നൂൻ ഷെബിന്റെ അമ്മേനെ സ്നേഹിക്കേണ്ടാവുന്ന അങ്ങോട്ട് പോകണ്ടാവുന്ന ഒന്ന് നിങ്ങൾ പറയേണ്ട കാര്യമാണ്. നിങ്ങൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ ഷെബിന്റെ അമ്മേനെയും അവർക്കായിട്ടുള്ള റൂം, അമ്മയ്ക്കായിട്ടുള്ള റൂം അവിടെ പണിയണം. അമ്മയുടെ അടുത്ത് വരുന്നത് വരാത്തൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മക്കളോട് പറഞ്ഞ് അവരോട് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പിന്നെ ആ അമ്മ ഇപ്പം ആരെ കേട്ടത് എന്തോ കാരണാവശ്യം പലരോട് നിങ്ങൾ മോളെ സ്വഭാവങ്ങളാണ് കേട്ടത്. മോള് ജാതി അതായത് പൊന്നു മതം മാറി അവിടെ കേട്ടത് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ പൊന്നിന്റെ സ്വഭാവങ്ങളൊക്കെ മാറും. അങ്ങനെ പറഞ്ഞു പൊന്നിന്റെ സ്വഭാവങ്ങളോടാണ് പൊന്നിനെ അവിടെ കേട്ടത്. പൊന്നു മതം മാറുകയാണെങ്കിൽ അവിടെ കേട്ടാൽ തയ്യാറായതല്ലോ. പൊന്നു വന്നു, പൊന്നല്ല പറഞ്ഞു ഷെബിയ പറഞ്ഞത്. അവിടെ ഏത് മതത്തിലാണ് ജനിച്ചു പറഞ്ഞത് അവിടെ അങ്ങനെ ജീവിക്കട്ടെ. ഞങ്ങളാരും അമ്പലങ്ങൾക്ക് മാത്രമേ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് പറയുന്നത് കേട്ടിട്ടൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു വ്യക്തി ഇത്രയും കാലം ജീവിച്ചിരുന്ന് അതിനകത്ത് ഒരു മതത്തിൽ വിശ്വാസം, നിങ്ങളെയൊക്കെ ഇഷ്ടമാട്ടോ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും നിങ്ങളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ നിരീശ്വരവാദി ആവണമെന്നോ, നിങ്ങൾ ഈ സോ കോൾഡ് പുരോഗമനിസ്റ്റുകൾ പറയുന്നത് പോലെയൊക്കെ അവർ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. നല്ല അത്യാവശ്യം വായനയും വിവരവും ബോധമുള്ളവർക്ക് സ്വന്തം വഴികളുണ്ടാവും, സ്വന്തം ചിന്തയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മറ്റൊരുത്തൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. പിന്നെ ഇവിടുത്തെ കാര്യം, ഈ ഷെബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിസ്ത്യാനി എന്നുള്ളൊരു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനി ആയൊരു വ്യക്തി, ഇപ്പം പൊന്നൂസ് എന്ന് പറയുന്ന കുട്ടിയെ ഹിന്ദു എന്നുള്ള രീതിയിൽ അവർ മതത്തിനൊന്നും കാഴ്ചപ്പാടിലല്ല വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, അഥവാ ഇറങ്ങിപ്പോവുകയും വിവാഹം കഴിക്കുക. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് താഴെ കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ ചോദിച്ചിരുന്നു, ഇവർ തമ്മിൽ ഒരുമിച്ചല്ലേ വീട്ടിലല്ലേ താമസം, അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ലേ താമസം, അത് സെപ്പറേറ്റ് ആണോ? അപ്പോൾ പല കമൻസും കണ്ടു, അവർ സെപ്പറേറ്റ് ആയിട്ട് വീടെടുത്ത് താമസിക്കുകയാണ്, വളരെ നന്നായിട്ട് ജീവിക്കുകയാണ്, സ്വർഗ്ഗം തുല്യമായ വീട്. നമ്മൾ ബാലാണ റെഫറൻസൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്വർഗ്ഗതുല്യമായി ജീവിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു, അടിപൊളി, നല്ലത്. അപ്പം ഇവിടെ ആ വീട്ടിലേക്ക് ഈ ഷെബിനെ അകത്തോട്ട് ആ വീട്ടിലേക്ക് ആ ഷെബിൻ്റെ വീട്ടുകാർ കയറ്റാത്തതിൻ്റെ കാരണം ഈ പറയുന്നത് ആടുമെങ്കിൽ, അതായത് വന്നോളൂ പക്ഷേ നമ്മുടെ മതത്തിലേക്ക് ഈ പുള്ളിക്കാരത്തി മാറണം എന്ന് ഷെബിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എഗ്രി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുവാടേ ഇത്? ഞാനൊരു പട്ടിയെ വാങ്ങിച്ചു, ഞാൻ റോഡ് വീലറിനെ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് റോഡ് വീലറിനെ എൻ്റെ വീട്ടിനകത്തോണ്ട് കയറ്റുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള സംഭവമാക്കി മാറ്റിയിട്ട് അതിൻ്റെ ദേഹം മൊത്തം വടിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ അതിനെ വേറെ തരത്തിലേക്ക് ആക്കി മാറ്റി തന്നെ കൊണ്ടുവന്നാൽ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഷെബിൻ്റെ മാതാപിതാക്കൾക്ക് ഈ പൊന്നൂസ് എന്നുള്ള കുട്ടിയെ അവർ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയാൽ മാത്രം ആ വീട്ടിലേക്ക് സ്വീകരിക്കുമെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അത് എന്ത് തരത്തിലൊരു മാറ്റമാണ് അതിലൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്? ആ കുട്ടി ക്രിസ്ത്യാനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ എല്ലാ രീതികളൊക്കെ മാറ്റി അവർക്കൊപ്പം ആവും, അല്ലെങ്കിൽ അവർ ഇവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതമായിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത് ഈ ഉപ്പും മുളകും ഫാമിലി മൊത്തം. അപ്പോൾ അവരുടെ ആ ഒരു മതത്തിൻ്റെ സംവിധാനത്തിൽ നിന്ന് മാറി വന്നാൽ ഓക്കെ, അല്ല എങ്കിൽ കയറ്റാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഈ ഷെബിൻ ഇച്ചിരി റൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. ആളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആളുടെ വൈഫിനെ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ മതം മാറണം, അതല്ലാതെ ജീവിക്കണമെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണം. അയാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അധ്വാനിച്ച് ജീവിക്കുന്നു, രണ്ട് വ്യക്തികളും, അഥവാ ഷെബിനും ഷെബിൻ്റെ വൈഫും അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അവരല്ലാതെ അധികം യൂട്യൂബ് വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കാണാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു തരണം. ഞാനിത് കാണുന്നത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യൂ, എനിക്ക് അപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ മതം, ജാതി, വർഗം, വർണ്ണം ഞാൻ ഇടയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് കേട്ടുള്ളൊരു മോട്ടിവേഷനാണ്. അതായത് ഒരു കുട്ടി
അപഹരിക്കപ്പെടുന്നു, ജനിച്ച കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അപഹരിക്കപ്പെടുന്നു, അതിനെക്കൊണ്ട് കടന്നു കളയുന്ന വ്യക്തി, ആ കടന്നു കളയുന്ന വ്യക്തി ആരാണോ അയാളുടെ വീട്ടിൽ കൊണ്ട് വളർത്തുന്ന ആ ഒരു കൾച്ചറിലേക്കായിരിക്കും ആ കുട്ടി വളർന്ന് വലുതാവുക. അറിയത്തില്ല അത് ഏത് മതത്തിൽ ജനിച്ചു, ഏത് ജാതി ജനിച്ചു, ഒന്നും അറിയത്തില്ല. അതുപോലെയാണ് നമ്മൾ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ മറ്റേ മുക്കിയെടുത്താൽ ഇപ്പം മതം മാറും എന്ന് പറയുന്ന പരിപാടി എന്തൊരു ബാലിശമാണ്. കാലഘട്ടമൊക്കെ മാറി. ഏത് ദൈവത്തിന്റെ അടുത്ത് ഞങ്ങൾ പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ന ദൈവത്തിനെ മാത്രമേ വിളിക്കുള്ളൂ, ഇന്ന ദൈവത്തിനെ മാത്രം. അതൊക്കെ ചിലവരുടെ മെന്റാലിറ്റി ഞങ്ങളെ സംബന്ധിച്ചാണ്. പള്ളിയെ പോയാലും ഞങ്ങൾ മാതാവിനായാലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യം വന്നാൽ നമ്മൾ മങ്ങാട്ടപ്പനെ വിളിക്കും, മുല്ലപ്പത്താവമ്മ വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ കുന്നത്ത് പള്ളിയിലെ ദൈവത്തിനെ വിളിക്കും. അവിടേക്ക് വഴിപാടുകൾ യാത്രകളിൽ എപ്പോഴും നിങ്ങളുടെ പോർക്കാൻ പള്ളിയിലെ കുരിശുപള്ളിയിൽ കുരിശുപള്ളി ഉണ്ട്. ഞങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ ലോക്കൽ യാത്ര നമ്മൾ എങ്ങനെയും കുറച്ച് ദൂരെ പോവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു യാത്രയാണ്, ചിലപ്പോൾ അന്നാലും നമ്മളവിടെ അവർ പറയുന്ന വെച്ചാൽ നമ്മൾ ഈ ഏകോദര സഹോദരരാണ് നമ്മളെല്ലാവരും പറയുമെങ്കിലും നമ്മുടെ ഈ മതങ്ങൾ കാരണം നമുക്ക് വലിയ മതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മതങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരു പുരോഹിത വൃന്ദം ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഈ മതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അന്നം പറ്റി അവരുടെ കാല് നക്കി നടക്കുന്ന രാഷ്ട്രീയക്കാർ ഉള്ളിടത്തോളം കാലമൊന്നും ഈ സാധനം ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകാനൊന്നും പോകുന്നില്ല. അതൊരുപാട് കാലമെടുക്കും ആ ഒരു കാര്യത്തിൻ്റെ ജീർണത കുറയാൻ. അതായത് നമുക്കിതൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ ജീവിതത്തിന് സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ ഇതിൽ അന്ധതയോടുകൂടി മതം, ജാതി, വർഗം, വർണ്ണം ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ അന്ധത പിടിച്ചവരെ, അതൊരു ക്യാൻസർ പിടിച്ച ആൾക്കാർ, അവരെ ആർക്കും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവരുടെ ലൈഫ് പറയുന്നു. ഞാനിത് കുറച്ചുകൂടെ നമ്മൾ ഡീപ്ലി നമ്മുടെ സമൂഹത്തിനോട് കണക്ട് ചെയ്താണ് സംസാരിച്ചത്. അത് ഇന്നുള്ളതല്ല കേട്ടോ, ഷെബി വന്നതിന് ശേഷമുള്ള കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അതിനോട് ചെയ്ത് കണ്ടിട്ട് ഒരു കാര്യമാണ്. പോകുമ്പോൾ ഞാൻ കുരിശുപള്ളിയിൽ വഴിപാട് കിട്ടാൻ പോകുള്ളൂ. ആ പുണ്യാളെ നമ്മളെ കാക്കുന്നുള്ള ഒറ്റ ഉറപ്പ് തന്നെയാണ്. അത് ഇതുവരെ കാത്തിട്ടുണ്ട്. അതിനായിട്ട് എത്രയോ അതിനായിട്ടോ അങ്ങനെ എന്തോ വഴിപാട് കൊടുത്തിട്ടുണ്ട്. 3 മെഴുകുതിരി ഞാൻ പള്ളിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അത് പുറത്തേക്കല്ല, നമ്മളെല്ലാം മതത്തെ സ്നേഹിക്കുന്നവരാ. ഇന്ന മതത്തെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, ഇന്ന മതത്തിനെ മാത്രം. ഇപ്പൊ നമ്മളറിയാം, നമ്മളാദ്യം എന്താണ് ഈ മതം? നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഗുരുതരമായൊരു രോഗം വന്നു, നമ്മുടെ കയ്യിലുള്ള എല്ലാ സാമ്പത്തികവും തീർന്നു. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി എന്താ? നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടും, എല്ലാ മനുഷ്യരും കൂടെ ചേർന്ന് നമ്മളെ രക്ഷപ്പെടുത്തും, ഇല്ലേ? അങ്ങനെ എത്ര വലിയ കാര്യങ്ങൾ. വയനാട് ദുരന്തം വന്നു, ഏത് മതം, ഏത് ദൈവം വന്ന് രക്ഷപ്പെടുത്തി? എല്ലാവരും കൂടെയാണ് രക്ഷപ്പെടുത്തിയതും കൂടെ നിന്നതും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതും. സുനാമി വന്നു, ഏത് ദൈവം രക്ഷിച്ചു? ഏതെങ്കിലും മതം വന്ന് പ്രത്യേകം രക്ഷപ്പെടുത്തിയോ? ഇല്ലല്ലോ. എല്ലാ മനുഷ്യന്മാരും നഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും നശിച്ചുപോയി. എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ വന്നു. ഈ നമ്മുടെ ഹിരോഷിമ, നാഗസാക്കി, ഇത്രയും ലോകം മുഴുവൻ നടക്കുന്ന യുദ്ധങ്ങൾ, മറ്റത് മറിച്ചത്, പ്രകൃതി ദുരന്തങ്ങൾ, ഇവിടെ നിന്ന് ഒരിടത്തും ഒരു മനുഷ്യനെയും ഒരു കുഞ്ഞ് ഏറ്റവും പിഞ്ചു കുഞ്ഞിന് വരെ മാരക രോഗം ആയിട്ട് ജീവിക്കുന്ന കുഞ്ഞിനെ വരെ രക്ഷപ്പെടുത്താൻ ഒരു മതവും ഒരു ദൈവവും ഒന്നും വന്നിട്ടില്ല. ഞാൻ കളിയാക്കുന്നത് പരിഹസിക്കുന്നതല്ല, യുക്തിബോധത്തോടുകൂടി പറയുക. അങ്ങനെ ഇപ്പം നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ എൻ്റെ മതം, എൻ്റെ ദൈവം ഇതില്ലെങ്കിൽ പിന്നെ ലോകം തന്നെ ഇല്ലാതായിപ്പോവും, അല്ലെങ്കിൽ എൻ്റെ മതമാണ് ഏറ്റവും വലിയ ശരി, എൻ്റെ ദൈവമാണ് ഏറ്റവും വലിയ ശരി എന്നുള്ളതല്ല. നിങ്ങളെല്ലാ ഇതര മതങ്ങളെയും മറ്റുള്ള മനുഷ്യരെയും എല്ലാവരെയും ബഹുമാനത്തോടെ കാണുകയും നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങളുടെ മനസ്സമാധാനത്തിലൂടെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഞാൻ ഷെബിയെ സ്നേഹിക്കുന്നത് എൻ്റെ മകനെ പോലെ തന്നെയാണ്, കുണുക്കനെ പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ കുണുക്കനെ പോലെയാണ്. അപ്പത്താണ് മാറ്റങ്ങൾ വരുന്നത്. ഞാൻ പറയുന്നത് കുണുക്കനെ പോലെയാണ്, അല്ലേ? അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. അല്ലേ? നമുക്ക് സ്നേഹമുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ ഷെബിയെ മനസ്സിലായാലും എത്രയായാലും അവന്റെ അമ്മയുടെ സ്നേഹം എന്നെ സ്നേഹിക്കൂ. അത് ഞാൻ വാശി പിടിക്കുന്ന ശരിയാണോ? ആ സ്ഥാനം എനിക്ക് വേണ്ട കേട്ടോ. ആ സ്ഥാനം ഞാൻ ആരോട് ആ സ്ഥാനം നിങ്ങളൊക്കെ എന്ത് കണ്ണലോടെയാണ് കാണുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഷെബിയെ നിർബന്ധിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കും, കുണുക്കനെ സ്നേഹിക്കും, നീ ഞങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ മാത്രം. ഞങ്ങൾ അങ്ങനെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. 2.5 വർഷമായി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളോട് പാട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം. ഇതിപ്പം എന്തടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ ഇന്റേണലിയുള്ള കാര്യങ്ങളാണ്, നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇതൊന്നും പബ്ലിക്കിന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആൾക്കാർ പലതരത്തിൽ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും. അറിയും തോറും വീണ്ടും നമ്മളെ കിട്ടും തോറും കുഴിക്കുക എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് അത് അനവസരത്തിലെങ്കിലും ഈ ഒരു കാര്യങ്ങളിങ്ങനെ ആവർത്തിച്ച് നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നുള്ളത് ആരോടും പറയേണ്ട കാര്യങ്ങൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതല്ല ഇനിയിപ്പോ ഞാൻ പറയുന്നത് കാശിന്റെ ലാഭമല്ല, നിങ്ങളുടെ ജീവിതകാലം ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഏത് തരത്തില വന്നെന്നുള്ളതും അവർക്ക് അറിയാം. ഇതെന്താണ് ദുഃഖിക്കാതെ ഇട വന്ന് വരുത്തിയത് അവർ തന്നെയാണ്, നിങ്ങളായിട്ടല്ല. അതല്ല ഇനിയിപ്പോ ഞാൻ പറയുന്നത് ഓക്കെ, അത് പോട്ടെ എന്ന് അവർ പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഞാനും സംസാരിച്ചിട്ടുള്ള ഒരാളാണ്.
അതിനകത്ത് നേരിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് ആ ഒരു അമ്മയും ഓക്കെ അവർ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അച്ഛനമ്മമാർക്കും സ്വന്തം കുട്ടികളുടെ പല കാര്യങ്ങളിനകത്ത് അവരുദ്ദേശിക്കാത്ത രീതിയിലേക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇത് എതിർക്കും. പല മാതാപിതാക്കളും പല രീതിയിലാണ്. ചിലരാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ കാണും, ചില ആൾക്കാരാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ അത് ചെയ്യരുതെന്ന് പറയും. അവരുടേതായിട്ടുള്ള രീതിയിലാണ്, അവരുടെ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ കുട്ടികളെ വളർത്തുന്നതും അതിനെ പരിപാലിച്ചതൊക്കെ. അപ്പം ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം അവർ മറന്നു എന്നൊരു തോന്നൽ വന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് ഈ ഒരു സംഭവം ഒരു വേദനയായിട്ടൊക്കെ മാറുകയും സമൂഹം ജഡ്ജ് ചെയ്യുന്നു, പലതും പറയുന്നു, ഇവരെ കുറ്റപ്പെടുത്തുന്നു, നിരന്തരം കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവുമൊക്കെ വരുന്നു. അവസാനം ഇപ്പം രണ്ടുപേരും ഈ മൂത്ത മകളാണെങ്കിലും ഇളയ മകളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനുള്ള വിവാഹം തന്നെ. ഇളയ മകൾക്ക് ഇവർ തന്നെ കണ്ടെത്തി കൊടുത്ത വ്യക്തിയോട് തന്നെയാണ് പോയി ജീവിക്കുന്നത്. എന്നാൽ അവരത് എതിർക്കാനുള്ള വ്യക്തമായ കാരണങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇന്ന് സ്വീകാര്യമായിരിക്കാം, പക്ഷേ അതിൻ്റെ ഫ്യൂച്ചറിൽ അത് അങ്ങനെ ആയിരിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു മുൻവിധിയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ കാര്യമാണ്, പ്രത്യേകം ലൈഫുകളാണ്. 10-10 പൊരുത്തവും നോക്കി എല്ലാ സംവിധാനങ്ങളും നോക്കിയിട്ട് ഇവിടുത്തെ കല്യാണങ്ങളെല്ലാം പൊട്ടി പാളിസാവുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തോ അനിയാന്റെ സ്നേഹം എന്റെ മുന്നിൽ അനിയാന്റെ സ്നേഹം മാത്രമല്ലായിരുന്നു. അനിയാന്റെ ഗൾഫിലുള്ളപ്പോൾ അനിയാന്റെ ഓരോ എഴുത്തുകളായിരുന്നു എന്റെ ലൈഫിൽ. എന്നെ എന്താ പറയാ, ഒരു മായാലോകത്ത് നിർത്തിയത് അനിയാന്റെ എഴുത്തുകളായിരുന്നു. അനിയാന്റെ എഴുത്ത് വായിച്ചാൽ അല്ലെ, അതൊക്കെ അവരുടെ ആഗ്രഹങ്ങളും. അപ്പൊ അതിന് ഞങ്ങൾ അവരെല്ലാം കാര്യം സപ്പോർട്ട് ചെയ്തിരുന്നു. നല്ലത് എന്നുള്ളതിനൊക്കെ മുന്നിൽ ക്ഷമിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തില് നല്ലത് നടക്കുന്നത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അവർക്ക് നിങ്ങൾ ആ ചിന്താഗതികൾ ആദ്യം മനസ്സിലാക്കും. ഇനിയിപ്പോ നിങ്ങൾ അവിടെ തന്നെ മേടിക്കണം അവര് പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല സ്ഥലം, അതായത് വെള്ളം ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോ ഷെബിന്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരമുള്ള ഷെബിന്റെ അപ്പോഴത്തേക്ക് യാതൊരു തടസ്സമില്ല. ഇപ്പൊ വീടാ നമുക്ക് ഇപ്പം ഷെബിൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് പബ്ലിക്കലി വന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്തൊക്കെ കുറ്റിയും പറിച്ച് അഭിപ്രായം പറയുന്നത്. നമ്മളറിയാത്തടത്തോളം കാലം എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു, നമുക്കറിയില്ല. അറിയാത്തതുകൊണ്ട് നമ്മൾ അഭിപ്രായവും പറയുന്നില്ല. ഇത് അറിയുന്നത് കൊണ്ട് മാത്രമാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അഭിപ്രായങ്ങളെന്നല്ല അതിനെ പറയേണ്ടത്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോട് അതെന്താണ് സംഭവം എന്നുള്ള കാര്യം നിങ്ങളും കൂടെ സംസാരിക്കുന്നു. അതൊരു സംവാദവുമല്ല, വലിയൊരു അഭിപ്രായ ആകേണ്ട ഒരു സാമൂഹികമായിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല. മനുഷ്യരുടെ ജീവിതങ്ങൾ, അവരുടെ ജീവിതങ്ങളുടെ അകത്തുനിന്ന് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഒരു ആസ്വാദകനെ സംബന്ധിച്ച് നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ആ ഓരോ ഉദ്വേഗജനകമായിട്ടുള്ള സംഭവം ഇങ്ങനെ വരും, ചിരി വരുന്ന സമയത്ത് ചിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ ഇമോഷൻസ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ കണക്ട് ചെയ്ത് പോകുന്നത്. ഈ ഇമോഷൻസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഞാൻ പറയാം. ഹ്യൂമൻ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇനിയുള്ള കാലഘട്ടം പുതിയതാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. സോ നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിനകത്ത് ശ്രദ്ധാലുക്കളായിരിക്കുക. എന്തായിരുന്നാലും ഈ കുടുംബങ്ങൾ അധികം താമസിക്കാതെ ഒന്നിക്കും എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അവരുടെ ലൈഫുകൾ നന്നായിട്ട് കൊണ്ടുപോകുന്നു. അവരെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാകും, വിമർശിക്കാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ക്രൂരമാകരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെന്ത് വിമർശനമാണെങ്കിലും ക്രൂരമാകരുത് എന്നുള്ള കാര്യം മാത്രം. നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? അടുത്ത വീഡിയോ കാണുന്നത്.